സ്വാഗതം. ടോപ് 10ലേക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നതടക്കം ഡൽഹിയിൽ പാകിസ്ഥാന്റെ ചാര ശൃംഖല തകർത്തു എന്ന വാർത്തയ്ക്കും അതിനുമപ്പുറം പ്രജ്ഞാനന്ദയുടെ ചരിത്ര നേട്ടവുമടക്കം ഇന്നിപ്പോൾ സമഗ്രമായ ഒരു വാർത്താ ദിവസം തന്നെയാണ്. ഓരോന്നായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 579ആയി. കാണാതായത് 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500-ലേറെ പേരെ. പൊന്നാനി സ്വദേശികളായ ശ്രീധറും കുടുംബവും ഉൾപ്പെടെ 33 മലയാളികളെ കുറിച്ച് വിവരമില്ല. നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. ബീഹാറിൽ ആശങ്ക. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേസെടുത്ത ഇഡി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ കേസെടുത്തത് ഫെമ നിയമപ്രകാരം. വിദേശത്തേക്ക് പണം അയച്ചതിന്റെ രേഖകളും കരാർ വിവരങ്ങളും ശേഖരിച്ചു. പണമിടപാടിലെ GST തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിനും നീക്കം. പാകിസ്ഥാൻ ചാരശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പാകിസ്ഥാനിലേക്ക് സിം കാർഡുകളും പ്രതിരോധ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും അയച്ച ഡൽഹി സ്വദേശികളായ ദമ്പതികൾ പിടിയിൽ. പാകിസ്ഥാൻ ഭീകരരുമായി ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്തി. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് UDF സർക്കാരിന് കീറാമുട്ടിയാകുന്നു. മന്ത്രിയും MLAയും 2 തട്ടിൽ. ബസ് ടെർമിനൽ പൊളിക്കണമെന്നാവർത്തിച്ച് MLA. വിദഗ്ധ സംഘം വീണ്ടും പരിശോധിക്കട്ടെ എന്ന് മന്ത്രി. അമൃത ന്യൂസ് സ്പെഷ്യൽ. സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള വാർത്തകളിൽ വീണ്ടും ട്വിസ്റ്റ്. പ്രചരിച്ച ഫോട്ടോകൾ തൃശൂർ കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതെന്ന് ബന്ധുക്കൾ. ദാമോദര മേനോനെ ബ്രൂണയിൽ നിന്നും നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നോർക്ക നൽകിയ കത്ത് പുറത്ത്. നിജസ്ഥിതി അറിയാൻ ഇന്റർപോളിനെ സമീപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെയും നിയമിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP നിർദ്ദേശം. അയ്യങ്കാളി ജയന്തി ദിനത്തിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ കോൺഗ്രസ് നിശ്ചലമെന്നും KPCC പ്രസിഡന്റിനെ നിയമിക്കേണ്ടത് അനിവാര്യമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ചരിത്ര നേട്ടവുമായി പ്രജ്ഞാനന്ദ. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. സമ്മാനത്തുക 1,90,00,000 രൂപ. സമസ്തയുടെ സർക്കുലർ വിവാദത്തിൽ സ്ത്രീകളെ പൊതുവേദിയിൽ കൊണ്ടുപോകരുതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. ആഘോഷങ്ങൾ മതപരമായ അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്നും സർക്കുലർ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാന തർക്കത്തിലെ പ്രസ്താവനകളിൽ നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് LDF കൺവീനർ. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും TP രാമകൃഷ്ണൻ. സ്റ്റോറി ഓഫ് ദി ഡേ. കാന്തല്ലൂരിലേക്ക് സ്വാഗതം. കാത്തിരിക്കുന്നു ആപ്പിൾ വസന്തം. നേപ്പാൾ ദുരന്തം ഇന്ന് 3 ദിവസം പിന്നിടുമ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ സ്ഥിരീകരിച്ചത് 547 മരണമാണ്. ഇത് ദുരന്തത്തിൻ്റെ അവസാന കണക്കല്ല എന്നത് ആശങ്ക കൂട്ടുന്നു. മലയാളികളടക്കമുള്ള 288 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഈ കണക്കുകളെല്ലാം ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല, ദുരന്തമേഖലയിൽ പുതിയ ഒരു മിന്നൽ പ്രളയ ഭീഷണി കൂടി നിലനിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ അടക്കം സാരമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ ചൈനീസ് ഭാഗത്തുള്ള 400 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വീണ്ടും പ്രളയ മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് വടക്കൻ നേപ്പാൾ മേഖല. നേരത്തെയുണ്ടായ പ്രളയജലത്തിൽ ടിബറ്റൻ അതിർത്തിയിൽ രൂപം കൊണ്ട താൽക്കാലിക തടാകം തകർന്നു. നിലവിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി ബോട്ടേകോശി, തൃശൂലി, നാരായണി നദികളുടെ തീരത്ത് നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. നേപ്പാളിനോട് ചേർന്ന് ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. 2 ദിവസം മുൻപുണ്ടായ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടമാണ് നേപ്പാളിലുണ്ടാക്കിയത്. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. 300ഓളം ഇന്ത്യക്കാർ ഉൾപ്പെടെ 1500-ലധികം പേരെ പ്രളയത്തിൽ കാണാതായിട്ടുണ്ട്.
ഒറ്റപ്പെട്ടു പോയ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ 63 ഇന്ത്യക്കാരെ ഇതിനോടകം രക്ഷപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചൈനീസ് ഭാഗത്തുള്ള 400 ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണെന്നും നേപ്പാളിന്റെ അനുമതി ലഭിച്ചാൽ ഇന്ത്യൻ സൈന്യവും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാണാതായ ഇന്ത്യക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയവും നേപ്പാൾ, ചൈന എന്നിവിടങ്ങളിലെ ഇന്ത്യൻ എംബസിയും വിശദമായി പരിശോധിച്ചു വരികയാണ്. മരുന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സാമഗ്രികളും ഉൾപ്പെടെ നേപ്പാളിന് ഇന്ത്യ അടിയന്തര സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ സാമഗ്രികളുമായി വ്യോമസേനാ വിമാനങ്ങൾ ഇന്നും നേപ്പാളിലെത്തി. ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നന്ദി അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജിഷ്ണു ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് കണ്ടെത്താനുള്ളവരിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഏറെയുണ്ട് എന്നതാണ്. ഈ പറയുന്നത് പോലെ ഓരോ ദിവസം കഴിയുന്തോറും പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ഈ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള തിരച്ചിൽ സ്വാഭാവികമായും ബുദ്ധിമുട്ട് ഏറ്റുക തന്നെ ചെയ്യും. മാത്രമല്ല വീണ്ടും ഒരു പ്രളയ മുന്നറിയിപ്പുണ്ട്, ഒരു മിന്നൽ പ്രളയത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. സമാനമായ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഈ നേപ്പാൾ അതിർത്തിയുമായി ചേർന്നുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബീഹാറിനടക്കം ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം എത്രത്തോളം ഫലം കണ്ടു? മാത്രമല്ല ഇന്ത്യ അവശ്യ സാമഗ്രികൾ എത്തിക്കുന്നു എന്നതിനപ്പുറം ഇന്ത്യൻ സൈന്യം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനിയും ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? സ്വപ്ന, ഇന്ന് രാവിലെ മുതൽ തന്നെ നദിയിൽ ജലനിരപ്പ് താഴ്ന്നത് കാരണം മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനയും രക്ഷാപ്രവർത്തനത്തിനും ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ മിന്നൽ പ്രളയത്തിൽ രൂപം കൊണ്ട പ്രളയജലത്തിൽ രൂപം കൊണ്ട തടാകത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ടെന്നും അത് വലിയ രീതിയിൽ ജലം വീണ്ടും താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയതോടുകൂടി പല മേഖലകളിലും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തുന്നവരോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും നേപ്പാൾ പോലീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നേപ്പാളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ഇതിനോടകം തന്നെ 500 മുകളിലേക്ക്, അതായത് 600-അടുത്തേക്ക് മരണസംഖ്യ എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ട്. ഈ ഒരു പ്രളയജലം കൊണ്ടുണ്ടായ തടാകം പൊട്ടി വെള്ളം വരുന്നതിനപ്പുറത്തേക്ക് മഞ്ഞുമല ഇടിയാനും വീണ്ടും ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് നേപ്പാൾ ഉള്ളത്. പ്രത്യേകിച്ച് ടിബറ്റൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള വടക്കൻ മേഖല, കൂടാതെ നേപ്പാളിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശും കൂടാതെ പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ്, ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കൂടാതെ 288 ഇന്ത്യക്കാരുൾപ്പെടെ 1500-ലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തുടർച്ചയായി പരിശോധിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. നേപ്പാളിന് ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായങ്ങൾ എത്തിച്ചു നൽകി. കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. പക്ഷേ നേപ്പാളിനെ സംബന്ധിച്ച് അതൊരു മറ്റ് രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ സാധിക്കുക. നിലവിൽ മരുന്നും രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും തുടക്കം മുതൽ തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മരണസംഖ്യ ഇപ്പോഴും അന്തിമമല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കാണാതായവരുടെ എണ്ണവുമായി നോക്കുമ്പോൾ യഥാർത്ഥ ദുരന്തത്തിന്റെ ചിത്രം ഇനിയും പുറത്തു വരാനുണ്ട്. മരണസംഖ്യ എണ്ണുന്നതിനേക്കാൾ ഒരുപക്ഷേ കഴിയുന്നത്ര പേരെ ജീവനോടെ കണ്ടെത്തുക എന്നതാണ് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇനിയും ഒരു ദുരന്തത്തെ മാറ്റി നിർത്താൻ ദുർബലമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളെ അടപടലം മാറ്റണം. ഒപ്പം ഈ ഹിമാലയൻ മേഖലയിലെ മാറുന്ന കാലാവസ്ഥ, ദുർബലമായ ഭൂപ്രകൃതി, ഇതെല്ലാം ഭരണകൂടം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി സ്വദേശികളായ 4 അംഗ കുടുംബത്തെ കാണാനില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പൊന്നാനി തൃക്കാവ് സ്വദേശി ശ്രീധരൻ അയ്യരുടെ കുടുംബത്തെയാണ് കാണാതായത്. കുടുംബത്തെ കണ്ടെത്താൻ തീവ്ര ശ്രമം നടക്കുന്നതായി പൊന്നാനി MLA നൌഷാദ് അലി അറിയിച്ചു. കൈലാസ തീർത്ഥയാത്രയ്ക്കായി 21-ാം തീയതിയാണ് പൊന്നാനി സ്വദേശികളായ കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് നേപ്പാളിലേക്ക് പോയത്. മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപ് ബന്ധുക്കളെ ഇവർ ഫോണിൽ വിളിച്ചിരുന്നു. പൊന്നാനി തൃക്കാവ് ഈശ്വര നിലയത്തിലെ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് പ്രളയത്തിനിടയിൽ കാണാതായത്. പ്രളയത്തിന് 1.5 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് കുടുംബം ചെക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷെ തുടർന്ന് അവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്കായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളും
സുഹൃത്തുക്കൾക്ക് കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവർ ഈ ടിബറ്റൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. അവരെ റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ എംബസിയും ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനും ജോയിൻ്റ് ആയിട്ട് അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് ഇവരുടെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് ശ്രീധരയ്യരുടെ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കുടുംബം സുരക്ഷിതമായ പ്രദേശത്ത് കഴിയുന്നുണ്ടാകാമെന്നും പ്രളയത്തെ തുടർന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായതാകാം ഫോണിലൂടെ ബന്ധപ്പെടാൻ തടസ്സമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. അമൃത ന്യൂസ്, മലപ്പുറം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനത്തിന് പിന്നിലെ പണത്തിന്റെ സഞ്ചാരം സമഗ്രമായി അന്വേഷണ വിധേയമാകുന്നു. ഏറ്റവും ഒടുവിൽ ഫെമ നിയമപ്രകാരം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുകയാണ്. വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട നടപടിയിലാണ് ഇഡിയുടെ കേസ്. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളിൽ GST തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന് പുറമെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം കണ്ടെത്തി കേസെടുത്തിട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഇഡിയുടെ നടപടി. GST വകുപ്പിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. 126 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഉടമകൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഈ പണം എങ്ങനെയാണ് വിദേശത്തേക്ക് അയച്ചതെന്നും സാമ്പത്തിക സ്രോതസ് എന്തെന്നുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സമ്മതപത്രം, സ്പോൺസർഷിപ്പ് രേഖകൾ എന്നിവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള നടപടികളും ഇഡി ആലോചിക്കുന്നുണ്ട്. ഇതിന് സംസ്ഥാന ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാന സർക്കാരിന്റെ പണം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നിലവിൽ പുതിയ സർക്കാർ നടത്തുന്നുണ്ട്. അതേസമയം 126 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് GST വകുപ്പ് സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട്. 22 കോടി രൂപ GST അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചാനൽ ഉടമകൾക്ക് വകുപ്പ് കത്തും നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. രജിത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രജിത്, ഈ പറഞ്ഞതുപോലെ മെസ്സിയുടെ വരവെന്ന് മലയാളിക്ക് നൽകിയ ആ സ്വപ്നത്തിൽ, ആ വാഗ്ദാനത്തിൽ ഈ പറഞ്ഞതുപോലെ വിവിധ അന്വേഷണ വലകളിൽ പെട്ടിരിക്കുന്നു ഈ സ്പോൺസർ കമ്പനി. GSTയുടെ അന്വേഷണം ഒരു വശത്ത് മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിൽ പണം ചിലവായി എന്നത് ഇപ്പോഴത്തെ സർക്കാർ അന്വേഷിക്കുന്നു. ഒപ്പം ഫെമ പ്രകാരം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇഡി കൂടി ഈ ഒരു അന്വേഷണത്തിലേക്ക് വരുന്നു. ഈ പണം എവിടെ പോയി എന്നത് കൃത്യമായും മലയാളിക്ക് അറിഞ്ഞേ പറ്റും. തീർച്ചയായും മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള തട്ടിപ്പിൽ കൂടുതൽ കുരുക്കും മുറുകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുക, അത് 126 കോടി രൂപ ഇവിടെ നിന്നും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അയച്ചു കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ പണത്തിൻ്റെ സ്രോതസ് എന്താണ് എന്നതാണ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഈ തുക അയച്ചു കൊടുക്കുന്നതിലും ആ തുക എവിടെ നിന്ന് കണ്ടെത്തി എന്നതും അതിൻ്റെ സ്രോതസ്സും വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഇത് കള്ളപ്പണമാണോ എന്ന ഇടപാടുകളടക്കം നേരത്തെ നമുക്കറിയാം. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത ദിവസങ്ങളിലൊന്നുമല്ല ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇടപാടുകൾ നടന്നപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൻ്റെ രേഖകളും കാര്യങ്ങളും ഒക്കെയും തന്നെ അന്വേഷണ വിധേയമാക്കിയിരുന്നു. അന്ന് ഒരു അന്വേഷണ ഏജൻസി പോലും ഇവർക്കെതിരെ കേസെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസെടുക്കാനോ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം GST വകുപ്പിൻ്റെ അന്വേഷണം വരുന്നു. GSTയിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് സർക്കാർ അനങ്ങാത്തൊരു സാഹചര്യം വരുന്നു. തുടർന്ന് ഇപ്പോൾ GST വകുപ്പ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരം തന്നെ ഇക്കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യമുള്ളത്. എന്നാൽ ആ അന്വേഷണം അവർ നേരത്തെ നടത്തിയ രേഖകളൊക്കെയും തന്നെ കണ്ടെത്തി വെച്ചിരുന്നു. എന്നാൽ മറ്റൊരു ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇക്കാര്യത്തിൽ കള്ളപ്പണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലിന് കേസെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർ ഇത് സംബന്ധിച്ച രേഖകളൊക്കെയും തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ GSTയിൽ നിന്നും
അപ്പോൾ സർക്കാർ എന്തൊക്കെ അനുമതികളാണ് നൽകിയിരുന്നത്, സർക്കാർ എന്തൊക്കെ രേഖകളാണ് ഇതിന് നൽകിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സർക്കാർ എന്നുള്ള രേഖകളടക്കം അവർ പരിശോധിക്കുകയാണ്. വിശദമായൊരു പരിശോധനയിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകും. അതിന്റെ രേഖകൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചത് തീർച്ചയായും അത് തന്നെയാണ് നൽകുന്ന സൂചനകൾ. രജതി പറഞ്ഞതുപോലെ വിവിധ അന്വേഷണ സംഘങ്ങളുടെ ആ അന്വേഷണ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്തായാലും സ്പോൺസർ മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള ആവശ്യം കോടികളുടെ ഇടപാടുകൾ എന്ന സംശയങ്ങളിലേക്ക് വഴിമാറുമ്പോൾ ഒരുപക്ഷെ മെസ്സിയുടെ വരവിനേക്കാൾ വലിയ വാർത്തയായിരിക്കുന്നു കേരളത്തിൻ്റെ പണവും വിശ്വാസവും നഷ്ടപ്പെട്ട ആ കഥ. തട്ടിപ്പുണ്ടെങ്കിൽ സ്പോൺസർ മാത്രമല്ല അതിന് വഴിയൊരുക്കിയ സംവിധാനങ്ങൾക്ക് നേരെയും മുഖം നോക്കാതെയുള്ള നടപടി അനിവാര്യമാണ്. പാകിസ്ഥാൻ ചാരശൃംഖല തകർത്ത ഡൽഹി പോലീസിന്റെ സമർത്ഥമായ നീക്കം. പാകിസ്ഥാനിലേക്ക് സിം കാർഡുകളും പ്രതിരോധ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും അയച്ചു നൽകിയ ഡൽഹി സ്വദേശികളായ ദമ്പതികളെ പിടികൂടിയിരിക്കുന്നു. ഇവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ പാകിസ്ഥാൻ ഭീകരരുമായി ആശയവിനിമയം നടത്തിയതിന്റെ വ്യക്തമായ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ വഴി പണം വാഗ്ദാനം ചെയ്ത് ഇന്ത്യയിൽ നിന്ന് നിരവധി പേരെ ചാരവൃത്തിക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കം പാക് ചാരസംഘടന നടത്തുന്നു എന്ന അതീവ ഗൗരവതരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്പെഷ്യൽ സെൽ നടത്തിയ ഓപ്പറേഷനിലാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ദമ്പതികളെ പിടികൂടിയത്. ഡൽഹി സ്വദേശികളായ മുഹമ്മദ് സാഹിൽ, ഭാര്യ സമീറ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഇന്ത്യൻ സിം കാർഡുകൾ സംഘടിപ്പിച്ച് ദുബായ് വഴി പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തതായി പോലീസ് കണ്ടെത്തി. പാകിസ്ഥാൻ ചാരസംഘടന ISI ഉദ്യോഗസ്ഥർ ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് വാട്സാപ്പ് പ്രവർത്തിപ്പിച്ചു. ഡൽഹിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രതിരോധ സ്ഥാപനങ്ങളുടെ ദൃശ്യങ്ങൾ സാഹിലും സമീറയും പാകിസ്ഥാൻ അയച്ചു കൊടുത്തു. ഇതിന്റെ തെളിവുകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തി. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. 2024 മുതൽ ഇവർക്ക് പാകിസ്ഥാൻ ചാരസംഘടനയുമായി ബന്ധമുണ്ടെന്നും പാകിസ്ഥാൻ ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് രണ്ടുപേരെയും പിടികൂടാനായതെന്നും DCP നര ചൈതന്യ അറിയിച്ചു. कुछ लोग जो है पाकिस्तान के नंबर से कांटेक्ट में है, तो इमीडिएटली हमने इसका इन्वेस्टिगेशन शुरू किया था. इसमें पता चला है कि एक कपल फ्रॉम निज़ामुद्दीन, साहिल एंड हिज वाइफ, ये लोग इनके कांस्टेंट टच में थे. व्हेन वी इन्वेस्टिगेटेड हमें ये पता चला कि 2024 में दिस लेडी केम इनटू कांटेक्ट विद ए पर्सन इन पाकिस्तान ओवर इंस्टाग्राम. സോഷ്യൽ മീഡിയ വഴി പണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ദമ്പതികളെ ചാരപ്രവർത്തിക്ക് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും ചാരസംഘടന ഇവർക്ക് നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് UDF സർക്കാരിനും കീറാമുട്ടിയാകുന്നു. മന്ത്രിയും MLAയും രണ്ട് തട്ടിൽ. ബസ് ടെർമിനൽ പൊളിക്കണമെന്ന് ആവർത്തിച്ച് MLA വീണ്ടും വിദഗ്ധ സംഘം പരിശോധിക്കട്ടെ എന്ന് മന്ത്രി. കോഴിക്കോട് മാവൂർ റോഡിലെ KSRTCയുടെ കണ്ണായ സ്ഥലം, കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം. പക്ഷേ ഇതിങ്ങനെ നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പുതുതായി വന്ന UDF സർക്കാരിന് മുന്നിലും കീറാമുട്ടിയാവുകയാണ് ഈ ബസ് ടെർമിനൽ കോംപ്ലക്സ്. മാത്യു ടി തോമസ് ഗതാഗത മന്ത്രിയായ കാലത്താണ് KSRTCയുടെ ഭൂമിയിൽ KTDFC BOT അടിസ്ഥാനത്തിൽ ബസ് ടെർമിനൽ കോംപ്ലക്സിന് തറക്കല്ലിട്ടത്. പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് 2015 UDF സർക്കാരിൻ്റെ കാലത്തും. ബസ് കയറാത്ത ബസ് ടെർമിനൽ എന്ന് തുടക്കത്തിൽ തന്നെ ചീത്തപ്പേരും വീണു. പിന്നീട് ബലക്ഷയമെന്ന് പഠനം കൂടെ വന്നതോടെ പദ്ധതി മൊത്തത്തിൽ പാളി. ഇപ്പോൾ കെട്ടിടം പൊളിക്കണമെന്ന നിലപാടിലാണ് സ്ഥലം MLA. എല്ലാം ചേർത്ത് 72-78 കോടിക്ക് പൂർത്തിയായത്. ആ പദ്ധതി ഇനി ഓപ്പറേഷണൽ ആവണമെങ്കിൽ, ആ ബസ് ടെർമിനൽ ഓപ്പറേഷണൽ ആവണമെങ്കിൽ 3 കൊല്ലം മുമ്പുള്ള മദ്രാസ് IITയുടെ പഠനം പറയുന്നത് 35 കോടി ചെലവഴിക്കണം. ഒരു ഷെൽട്ടറിനകത്ത് ബസ് കയറി പോകുന്നതിലപ്പുറത്ത് ആ ബിൽഡിങ്ങിനകത്ത് കാര്യമായ ഓപ്പറേഷൻസ് നടക്കുന്നില്ല. അവിടെ ആകെ നടക്കുന്നത് അതിപ്പോൾ ഒരു സ്വകാര്യ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട് നടത്തുവാൻ. അവർക്കൊരു 10-20 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതൊരു രൂപ പോലും KSRTCക്ക് ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. ആ ബസ് ടെർമിനൽ KSRTC ടെർമിനലും വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. KSRTC ടെർമിനലിൻ്റെ നിർമ്മാണത്തിലെ അപാകത പഠിക്കുന്നതിനായി ഇതിനകം തന്നെ വിവിധ സംഘങ്ങളാണ് വന്നുപോയത്. പക്ഷേ ഇപ്പോഴും മന്ത്രി പറയുന്നത് ഇനിയും പഠനം നടത്തേണ്ടതുണ്ട് എന്നതാണ്.
ഞാനൊരു ബിൽഡിംഗ് കണ്ടിട്ട് അത് പൊളിക്കണമെന്ന് പറയാൻ മാത്രമുള്ള വിവരം എനിക്കുണ്ടോ? അത് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നത്. ബസ് ടെർമിനലിന്റെ മേൽക്കൂര അടർന്നു വീഴലും പരിക്കേൽക്കലും വെള്ളക്കെട്ടുമെല്ലാമായി ബഹുനില കെട്ടിടം വീണ്ടും ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയാണ്. 2021 KTDFCയുമായി കരാർ ഒപ്പിട്ട ശേഷം ബലക്ഷയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ആലിഫ് ബിൽഡേഴ്സ് വാടകയും നൽകുന്നില്ല. KTDFCയോ കരാർ കമ്പനിയോ ആരാണ് ബലക്ഷയം പരിഹരിക്കേണ്ടതെന്നതാണ് തർക്കം. ബലക്ഷയം പരിഹരിക്കുന്നതുവരെയുള്ള വാടക ഒഴിവാക്കി നൽകണമെന്ന ആവശ്യം നിയമതർക്കത്തിലാണ്. കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരുന്നിട്ടും ബസ് ടെർമിനലിന് ശാപമോക്ഷം നൽകാൻ ഇടതുപക്ഷം ഒന്നും ചെയ്തില്ല. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നറിയാത്ത ഇത്തരം അനാഥ കെട്ടിടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായുണ്ട്. നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ ആര് മുൻകൈയെടുക്കുമെന്നതാണ് ചോദ്യം. MM രാകേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. രാകേഷ് തന്നെ ചേരുകയാണ് വിശകലനങ്ങളുമായി. രാകേഷ്, വല്ലാത്ത നൂലാമാലകളും രാഷ്ട്രീയ തർക്കങ്ങളിലൊക്കെ പെട്ട ആകെ അനിശ്ചയാവസ്ഥയാണല്ലോ ഇപ്പോൾ ഈ ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പദ്ധതി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDF സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? സ്വപ്ന, ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകും എന്ന രീതിയിലായിരിക്കണം വിഭാവനം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ കോഴിക്കോട് KSRTC ബസ് ടെർമിനലിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു അനുഭവമല്ല. ആദ്യം മന്ത്രി മാത്യു ടി തോമസ് ആയിരുന്ന സമയത്താണ്, ഇടതുപക്ഷമായിരുന്ന സമയത്താണ് ഈ പദ്ധതിയുടെ തറക്കല്ലിടുന്നത്. പിന്നീട് ഭരണം മാറി UDF അധികാരത്തിൽ വരികയും അവരുടെ അവസാന സമയത്ത് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. ഉദ്ഘാടന സമയത്ത് UDF പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാതെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഭരണം പിന്നീട് മാറി മാറി വരുന്ന സാഹചര്യവും ഉണ്ടായി. 10 വർഷം ഇടതുപക്ഷം കഴിഞ്ഞ ടൈം ഭരണത്തിലിരുന്നു. ആ സമയത്തും ഈ ബസ് ടെർമിനലിന് വേണ്ടി ഒന്നും ചെയ്തില്ല. സാധാരണ ടെർമിനലല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാണ് വിഭാവനം ചെയ്തത്. അതായത് ഇതിൽ നിന്നുള്ള വരുമാനം KSRTCയെ സഹായിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് KTDFC ഉൾപ്പെടെ ഇതിനകത്ത് സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. എന്നാൽ കാര്യമായ പ്രവർത്തനം ഒന്നും മുന്നോട്ട് പോകാത്ത പശ്ചാത്തലത്തിൽ 2021 ഒരു സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ പോകുന്നത്. അതേസമയം തന്നെ ബസ് ടെർമിനലിൽ ബസ് കയറുന്നില്ല എന്നുള്ള തുടക്കം മുതലുള്ള പരാതികളെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റുന്നതിനുള്ള ടെൻഡറും മറ്റുമായി മുന്നോട്ട് പോയ സമയത്തും ആ നടപടിയും പിന്നീട് നിലയ്ക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ചോർച്ച, അത്തരത്തിലുള്ള ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സ്വകാര്യ കമ്പനി ഇത്തരത്തിൽ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉറപ്പില്ലാത്ത കെട്ടിടമാണ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു, നിയമക്കുരുക്കുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോഴും തർക്കം ഇത് തന്നെയാണ്. കോടതിയിൽ കിടക്കുന്നുണ്ട് ഒരു വശത്ത് നിയമ കുരുക്കുകൾ, അതേസമയം തന്നെ സ്വകാര്യ വ്യക്തിയുമായി എന്തെങ്കിലും ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഇതിനെങ്ങനെ മാറ്റാമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല. സ്ഥലം MLA ഇത് പൊളിക്കണമെന്ന് പറയുന്നു. എന്നാൽ പൊളിക്കണോ എന്നുള്ളത് വീണ്ടും പഠനം നടത്തണമെന്ന് മന്ത്രി പറയുന്നു. ഇത്തരത്തിൽ വീണ്ടും ഈ പദ്ധതി അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ശരിക്കും ഈ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ഒക്കെ അപ്പുറം സുതാര്യമായൊരു തീരുമാനം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഈ പൊളിക്കലാണെങ്കിലും പുനരുദ്ധാരണമാണെങ്കിലും പൊതുപണ നഷ്ടം ആവർത്തിക്കാത്തതായിരിക്കണം. ഒപ്പം കോഴിക്കോടിൻ്റെ ഭാവി ഗതാഗത ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നതുമാകണം സർക്കാരിൻ്റെ നടപടി. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയെന്ന വാർത്തയിൽ കേരളം ഞെട്ടി. പക്ഷേ ഞെട്ടൽ മാറും മുൻപേ ട്വിസ്റ്റും എത്തി. കഴിഞ്ഞ ദിവസം സുകുമാരക്കുറുപ്പിൻ്റെതെന്ന നിലയിൽ പുറത്തുവന്ന പാസ്പോർട്ടിലെ ചിത്രങ്ങൾ തൃശൂർ സ്വദേശി ദാമോദര മേനോൻ്റേതെന്ന് ബന്ധുക്കൾ അവകാശപ്പെട്ടു. കരിമത്ര സ്വദേശിയാണ് ദാമോദര മേനോൻ. ഇയാൾ വർഷങ്ങളായി ബ്രൂണയിലാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. പുറത്തുവന്ന ചിത്രങ്ങൾ കരിമത്ര സ്വദേശി ദാമോദര മേനോന്റേതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇയാൾ ഇടയ്ക്ക് ഫോണിൽ വിളിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കാറുമുണ്ട്. ദാമോദര മേനോന് 80 വയസ്സിനടുത്ത് പ്രായമുണ്ട്. പുറത്തുവന്ന ചിത്രം 3 മാസം മുമ്പ് കണ്ടിട്ടുണ്ടെന്നും വാട്സാപ്പിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇത് എനിക്ക് ആളെ അയച്ചു തന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു 1.5 മാസമായിട്ടുണ്ടാവണം. അന്നിങ്ങനെ സുഖമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് വിളിച്ചു, ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണ്. അതേസമയം പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി ഉൾപ്പെടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണുള്ളതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട്
ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്. 26 വർഷങ്ങൾക്ക് മുമ്പാണ് ദാമോദര മേനോൻ അവസാനമായി നാട്ടിലെത്തിയത്. പൂനെയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വരികയും മലേഷ്യയിലേക്ക് പോവുകയുമായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ദാമോദര മേനോൻ മലേഷ്യയിലേക്ക് പോയത്. പാലക്കാട് സ്വദേശിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. 2 മക്കളുണ്ട്. നിലവിൽ ദാമോദര മേനോൻ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണെന്നും സഹോദരൻ വ്യക്തമാക്കി. ചിത്രങ്ങൾ എങ്ങനെ പ്രചരിച്ചു എന്നതിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. പോലീസിന്റെ പോളുമായി ബന്ധപ്പെട്ട് ഈ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണിപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെളിവുകൾ എന്താണെന്നോ അല്ലെങ്കിൽ അത് കൃത്യമാണോ എന്നൊന്നും അറിയാതെയുള്ള അതൊന്നും പരിശോധിക്കാതെ ഒക്കെയുള്ള ഇത്തരം അവകാശവാദങ്ങൾ പ്രചരിക്കുന്ന വലിയ രീതിയിൽ അപകടം തന്നെയാണ്. എന്തായാലും സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ ആ ചിത്രം പ്രചരിച്ച ദാമോദര മേനോനെ ബ്രൂണയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട നോർക്ക സർക്കാരിന് കഴിഞ്ഞ മാസം നൽകിയ കത്ത് പുറത്തുവന്നു. ബ്രൂണയിൽ ആരോഗ്യ പ്രശ്നമുള്ള മലയാളിയെ നാട്ടിലെത്തിക്കണമെന്നാണ് ആവശ്യം. ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ ആവശ്യത്തെ തുടർന്നാണ് കത്ത് നൽകിയത്. ദാമോദര മേനോന്റെ പാസ്പോർട്ട് നമ്പർ അടക്കം കത്തിലുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെതെന്ന പേരിൽ പുറത്തുവിട്ട ചിത്രം തൃശൂർ കരുമന്ത്ര സ്വദേശി ദാമോദര മേനോൻ്റേതാണെന്ന് കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ആരോഗ്യ പ്രശ്നമുള്ള ദാമോദര മേനോനെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നോർക്ക സർക്കാരിന് കത്തു നൽകിയിരുന്നു. ബ്രൂണയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ ആവശ്യത്തെ തുടർന്നാണ് കത്ത് നൽകിയത്. ദാമോദര മേനോന്റെ പാസ്പോർട്ട് നമ്പർ അടക്കം കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 2-നാണ് കത്തയച്ചത്. ചിത്രം സുകുമാരക്കുറുപ്പിൻ്റേതാണെന്ന് സംശയിച്ച പോലീസ് പാസ്പോർട്ടും ഫോട്ടോയും ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകരനെ കാട്ടി സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വടക്കാഞ്ചേരി സ്വദേശി ദാമോദര മേനോന്റെ ഫോട്ടോകളാണ് സുകുമാരക്കുറുപ്പിൻ്റേതെന്ന പേരിൽ പ്രചരിക്കുന്നതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. അയ്യങ്കാളി ജയന്തി ദിനത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു എം പിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും കൊടിക്കുന്നിൽ സമാനമായ ആവശ്യം ഉന്നയിച്ചു. CSDSന് അനുവദിച്ച കോളേജ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രിയും ഉറപ്പു നൽകി. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ കൊടിക്കുന്നിലിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടായിരുന്നു ദേവസ്വം മന്ത്രി കെ മുരളീധരന്. സ്റ്റാറ്റ്യൂട്ടറി അനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദേവസ്വം മാത്രമാണ് 8 മാസമുള്ളത്, ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. വൈകുന്നേരം CSDS സംഘടിപ്പിച്ച അയ്യൻകാളി അനുസ്മരണത്തിൽ കൊടിക്കുന്നിൽ ഈ ആവശ്യം ആവർത്തിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ സാന്നിധ്യത്തിൽ ഉന്നയിച്ചപ്പോൾ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അതുമാത്രമായിരുന്നില്ല. ദേവസ്വം ബോർഡ് മാത്രമല്ല, കേരളത്തിൽ എത്ര സർവകലാശാലകളുണ്ട്? 30-30ഓളം സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവർ. ആ തലപ്പത്ത് നമുക്ക് ഇപ്പോഴും ഐത്തമാണ്. വൈസ് ചാൻസലർമാർ, പ്രോ വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ. ആ പദവികളിൽ നമുക്ക് അവസരമുണ്ടോ? നമുക്ക് എത്തി നോക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി നിർണായകമായിട്ടുള്ള ഉറപ്പും മറുപടിയിൽ നൽകി. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആ ദളിത് ക്രൈസ്തവരെന്നുള്ള നിലയിലുള്ള പ്രിവിലേജ് കിട്ടുന്നില്ല, ദളിതരുടെ സംവരണം കിട്ടുന്നില്ല. അവരെ കൂടി ഈ സർക്കാർ ചേർത്ത് പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് CSDSനൊരു കോളേജ് അനുവദിച്ചത്. പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല 10 വർഷക്കാലം. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള പരിണതപ്രജ്ഞനായ നേതാവ് നിങ്ങൾക്കൊരു കോളേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും അത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ 3 മാസമായി പാർട്ടി നിശ്ചലമാണെന്നും KPCC പ്രസിഡന്റിനെ നിയമിക്കേണ്ടത് അനിവാര്യമാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതേസമയം UDFന്റെ വിജയത്തിലെ തൻ്റെ പങ്കിനെക്കുറിച്ചുള്ള അൻവറിന്റെ അവകാശവാദം മുല്ലപ്പള്ളി തള്ളി. പിണറായിക്കെതിരെയുള്ള വികാരവും കോൺഗ്രസ് പ്രവർത്തകരുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. KPCC അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് നിയമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം 101 ദിവസമായി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു പ്രസിഡന്റിന് വേണം. ഒരു മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വോക്ക് പ്രസിഡന്റ് അല്ല വേണ്ടത്.
ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ സെയിന്റ് ലൂയിസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനൽ ഫാബിയോ കരുവാനെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. 1,91,00,000 രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ മത്സരക്രമമായി ലീഗ് മത്സരങ്ങൾ സെപ്റ്റംബർ 8 മുതൽ ആരംഭിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ PSG, ബാഴ്സലോണ, ആസ്റ്റൺ വില്ല, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരാണ് എതിരാളികൾ. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആർസണൽ റയൽ മാഡ്രിഡിനെയും ബെറൂസിയ ഡോർട്ട്മുണ്ടിനെയും നേരിടും. ആവശ്യം കൂട്ടാൻ മാഞ്ചസ്റ്റർ സിറ്റി ബാഴ്സ മത്സരവുമുണ്ട്. 36 ടീമുകൾ ഉൾപ്പെടുന്ന ഒറ്റ ലീഗിൽ ഓരോ ടീമും 8 വ്യത്യസ്ത ടീമുകൾക്കെതിരെ 4 മത്സരങ്ങൾ സ്വന്തം തട്ടകത്തിലും 4 മത്സരങ്ങൾ എവേ മത്സരങ്ങളായും കളിക്കും. ലീഗ് ഘട്ടത്തിൽ ആദ്യ 8 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 യോഗ്യത നേടും. ലേസ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.